ശ്രീകാന്ത് വെട്ടിയാർ ആൻഡ് ശോഭന വെട്ടിയാറിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ മണി അടിച്ച് കയറാം അല്ലേ? ഓക്കെ, ഈ മണിയുടെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? അതായത് മണി അടിച്ച് കാര്യം സാധിക്കുക ഈ മണിയുടെ ഉദ്ദേശം. അതെ, മണി ധ്രുവത്തിനകത്ത് കണ്ടിട്ടില്ലേ, മമ്മൂക്കയുടെ വീട്ടിൽ ഓരോരുത്തരും ഒരു ആവശ്യം വന്നു. ഇവിടെ അതുപോലെ ഓരോരുത്തർ മണി അടിച്ചിട്ട് ആവശ്യം വന്നു പറയും. സ്ഥിരമായിട്ട് ആവശ്യം നീ വീഡിയോ നിർത്തിയിട്ട് പണിക്ക് പോകണമെന്നുള്ള. അതെ അല്ലേ, നമ്മൾ അതിനു വേണ്ടി തന്നെ വെച്ചേക്കുന്നത്. അതെ, അപ്പൊ കൊള്ളാം. അപ്പൊ സന്തോഷം. അമ്മ, എന്താണ് വിശേഷം? സുഖമാണ്, ഹാപ്പിയാണ്? നിങ്ങൾക്ക് അറിയോ 100K ഫോളോവേഴ്സ് റീസെന്റ് അടിച്ചിരിക്കുന്ന യുവനടിയുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. യുവനടി ശോഭന വെട്ടിയാർ. ഹാപ്പി ആയിട്ടിരിക്കുന്ന, സുന്ദരി ആയിട്ടുണ്ട്. ഞാനിത് ആദ്യം ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? അല്ലാലും ഞാൻ സുന്ദരി. കണ്ടാ, എന്താ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. അപ്പൊ ഇതാണ്, ഇരിക്കാനൊക്കെ വരട്ടെ, ഞാനൊന്ന് കാണട്ടെ. അതെ, ഇതാണ് നമ്മളുടെ സ്വപ്ന ഭവൻ. നമ്മൾ കയറി വരുമ്പോ തന്നെ കാണുന്ന സീൻ ഇതാണ്. ഇതില് ഡെസ്കിൽ ഒരു ബുക്കൊക്കെ ഉണ്ട്. ഇവിടെ ആരാണ് ബുക്ക് വായിക്കുന്നത്? അമ്മയാണോ? ഇവിടെ ബുക്ക് ഇതിന്റെ സ്പൂഫ് ചെയ്യാൻ വേണ്ടി ഇപ്പം അവര് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വെച്ചിട്ട് രണ്ടാം വീഴത്തിന്റെ സ്പൂഫ് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. ശരിക്കും വേറൊരു ബുക്ക് മേടിച്ചപ്പോ മാറി വന്നോ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചാൽ അവരിത് എടുത്തില്ല. അപ്പൊ വരുന്നവരൊക്കെ വിചാരിക്കും ഞങ്ങൾ ഇത് വായിക്കുന്നതാണെങ്കിൽ നമ്മളത് മാറ്റണ്ട അല്ലേ? ഇതൊന്നുമല്ല, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തെറ്റിക്കുന്നതിന് ഇവൻ പഠിക്കാൻ മേടിച്ചു വന്ന അതിനാണ് രണ്ടാം വീഴത്തിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റത്തേ ഇല്ല. അതെ, അമ്മ അങ്ങനെ തെറ്റിക്കൊന്നുമില്ല എന്ന് നമുക്കറിയാലോ അല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് അമ്മയ്ക്കാ അല്ലേ? അതെ, 100K ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമില്. അതാണ് ഈ യുവനടി എന്നുള്ളത്. ശരിക്കും ആരായിരുന്നു ആ ടാഗ് ലൈൻ കൊടുത്തത്? യുവനടി. അതാണ് ഏറ്റവും ഹൈലൈറ്റ്, യുവനടി എന്നുള്ള ടാഗ്. ഇവിടെ ഒരാളുടെ ടാഗ് എന്തായിരുന്നു? ലോകത്തിൽ എന്ത് ചളി അടിക്കാൻ വേണ്ടി വന്ന ഗന്ധർവൻ. അതെ അതെ, അത് വേണം. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോ ആദ്യം തന്നെ കാണുന്ന ഈ ഒരു സംഭവമാണേ. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? നല്ല രസമുണ്ട്. നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു ഗ്രേ വാളില് ഇങ്ങനെ ഒരു ഗോൾഡൻ ട്രീ വെച്ചിരിക്കുന്നത്. അത് ആരുടെ ഐഡിയ ആയിരുന്നു? ശരിക്കും ഞാനിവിടെ വേറെ ഒരു ഡിസൈൻ ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നെ നമ്മൾ അവിടെ മേടിക്കാൻ സ്ഥലത്ത് പോയപ്പോ ഈ മരം കണ്ടു. അതാകുമ്പോ ആവശ്യത്തിന് ഓക്സിജനും കിട്ടുമല്ലോ, പിന്നെ ഞങ്ങൾ ഇത് സെലക്ട് ചെയ്തു. ഓക്കേ, ഓക്സിജൻ കിട്ടാൻ വേണ്ടിട്ടാണല്ലോ. നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ മരം പോലെ ഇവിടെ നിൽക്കുവാണല്ലോ, പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോന്ന് അമ്മ അവിടെ ചോദിച്ചത്. ആണല്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഓഫ് സ്ക്രീനിലായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത് ഇതിനെ പറ്റി അല്ലേ? ഓൺ സ്ക്രീനേക്കാളും. എന്ത് ചെയ്യൂല്ലേ? മണിയടിച്ച് ആരെങ്കിലും വന്നായിരുന്നോ പണിക്ക് പോകാൻ പറഞ്ഞിട്ട്? ആണോ? എപ്പോഴും വരുന്നിട്ട് പോകുന്നില്ലല്ലേ? എന്തോ ചെയ്യൂനി? അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാന്നല്ലേ? അതെ, ഇവിടേക്ക് വരുമ്പോ കൊറേ ട്രോഫീസ് കാണാൻ പറ്റും നമുക്ക്. വാ അമ്മ, ഇങ്ങോട്ട് വാ, നമുക്ക് ഇനി ഇവിടെ നിന്നിട്ട് സംസാരിക്കാം. എനിക്ക് തോന്നുന്നത് 2020 നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അല്ലേ? അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാത്തിന്റെ ഒരു തുടക്കം. അപ്പൊ ഇത് കാണുമ്പോ ഒരു അഭിമാനം, സന്തോഷമൊക്കെ ആയിരിക്കും അല്ലേ? ഇതാണ് ഏറ്റവും മേടിക്കാൻ പോകുന്ന ഇത് കിട്ടുന്ന സമയത്ത് കോവിഡാ, മാസ്ക് ഒക്കെ വെച്ചോണ്ടായിരുന്നു മേടിക്കാൻ പോയത്. അതെ, അതാണ് ഇതിൽ. ഇവിടെ നോക്കുവാണെങ്കിൽ കുറെ ട്രോഫീസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ട്രോഫി ആരുടെയാ? രണ്ടുപേരുടെ ഉണ്ട്, കുറച്ച് മേളും ഉണ്ട്, അമ്മയുടെ ഉണ്ട്, എന്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേരൊക്കെ തരാറുണ്ട് എവിടെ പോയാലും. രണ്ടും കാണും. എനിക്കിപ്പോ ഞാനിപ്പോ ഇൻട്രോ പറയുമ്പോഴും ഞാൻ പറയായിരുന്നു, ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ ഫുൾ ജേർണി ഒന്നും അറിഞ്ഞിട്ട് മാത്രമല്ല, നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. അവിടുന്ന് ഇപ്പൊ ഈ വഴിയാണെങ്കിലും നമ്മളിപ്പോഴും കാണുന്നതാണ്. ഈ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നല്ലേ നമ്മളുടെ ബിഗിനിങ്? ഇതായിരുന്നു നമ്മളുടെ ഷൂട്ട് തുടങ്ങിയത്. ഓക്കെ, അതായത് നമ്മളിത് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ഇത് ഫുള്ള് വയർ ചെയ്തിട്ടില്ല. അതായത് അപ്പൊ നമ്മൾ ഈ റൂം മാത്രമേ ഉള്ളായിരുന്നു പ്രോപ്പർ വയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ആയിരുന്നു നമ്മൾ ഷൂട്ട് തുടങ്ങി, തേച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീട് പണിയുടെ സമയത്ത് വീട് പണി നിന്നുപോയി. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ പുറത്തിരിക്കുകയാണല്ലോ മീറ്റർ, അപ്പോൾ അകത്തേക്ക് എടുത്ത് വെക്കാൻ നമ്മൾ ഈ 2 റൂം വയർ ചെയ്തിട്ടാണ് ഇത് വെച്ചത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങിയത്. അതിനുശേഷമാണ് പിന്നീടാണ് ഇത് തേച്ചതൊക്കെ. അതെ, 2016 തുടങ്ങിയ ജേർണി ആണല്ലേ? 10 വർഷം എടുത്തത്. 10 വർഷം എടുത്തെങ്കിൽ എന്താ അല്ലേ അമ്മേ? 10 വർഷം എടുത്താൽ എന്താ? ആള് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ രാജമൗലിയൊക്കെ ഒരു 7-10 വർഷമൊക്കെ എടുത്തിട്ട് നമ്മൾ സെറ്റ് ആക്കണം. നമ്മൾ ഒരു പ്രൊജക്ട് നമുക്ക് അങ്ങനെയാണ്, അത് നമ്മൾ അഭിമാനിക്കുന്നതൊക്കെ. അതെ, പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ 2016 തൊട്ട് 2026 വരെയുള്ള ജേർണി എന്ന് പറയുന്നത് ഒരു ലോങ് ജേർണിയാണ് അല്ലേ? ഈ ഒരു ജേർണിയിൽ
ഇത്രയും സ്ട്രഗിൾസിന്റെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് പണ്ടത്തെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. ഏറ്റവും ആദ്യം ഹിറ്റ് ചെയ്ത ഒരു ഓർമ്മ എന്താ അമ്മേ? സന്തോഷമായിരുന്നു. ആ വീടങ്ങ് ചൂടായിരുന്നു പോയത്. അയ്യോ, ഞാൻ പറഞ്ഞ എന്നെ ഇവിടെ കൊണ്ടിട്ടാ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അതെ, അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. പ്രത്യേകിച്ച് അമ്മ ഈ അറ്റാച്ച്മെന്റ് ഈ വീടിനോടെ. നമ്മള് കുറച്ച് ദിവസം വാടകയ്ക്ക് താമസിക്കായിരുന്നു. അമ്മ എല്ലാ ദിവസവും രാവിലെ എന്നോട് വഴക്കിടാൻ തുടങ്ങും. എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് അങ്ങോട്ട് പോകണം. പണി തീർന്നു. ഈ പൊടി കൊണ്ടാ വാടകയ്ക്ക് എടുത്തത്. അമ്മയ്ക്ക് ഈ പൊടി അലർജി ഉള്ളതുകൊണ്ടാണ് നമ്മള് വാടകയ്ക്ക് താമസിച്ചത്. ബാക്കി പണികളൊക്കെ നമ്മളിവിടെ പല റൂമിലായിട്ട് നിന്ന് അങ്ങനെ തീർക്കായിരുന്നു. ഞാൻ പറഞ്ഞ സാരമില്ല, ഞാൻ അവിടെ അങ്ങ് കിടന്നോളാം, മാസ്ക് വെച്ച് കിടന്നോളാം, എന്നാലും എനിക്ക് ഇവിടെ മതി. വന്നതിന്റെ 3 ഇരട്ടിയുണ്ട് ഞാൻ. മറ്റേ എനിക്കങ്ങ് വയ്യായിരുന്നു. അയ്യോടാ, പക്ഷെ അതൊരു സന്തോഷല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ശ്രീകാന്ത് ഏട്ടൻ എങ്ങനെയാ ഇവിടെ കേറി വരുമ്പോ നമുക്കൊരു പണ്ടത്തെ ഒരു ഓർമ്മ പെട്ടെന്ന് ട്രിഗർ ചെയ്യുമല്ലോ. ലൈക്ക് ഇത്രയും പൊടിയായിരുന്നു മെയിൻ പ്രശ്നം. നമ്മളിവിടെ ഇതൊക്കെ തറയെ കിട്ടത് കുറെ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ നമുക്കിവിടെ താമസിക്കുമ്പോൾ ഭയങ്കര പൊടിയുടെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ലാതെ ഇതിനകത്ത് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. ആൾക്കാരൊക്കെ പറയുന്നത് വീട് ഈ വേസ്റ്റ് ഓഫ് മണിയാണ് വീട് വെക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും സമാധാനത്തായിട്ട് ഇരിക്കാൻ പറ്റുന്നതിന് കുറച്ച് പൈസ ചെലവൊക്കെ കുഴപ്പമില്ലെന്നാണ് എന്റെ അഭിപ്രായം. നമ്മളുടെ വീടല്ലേ അല്ലേ, നമ്മുടെ സ്വന്തം വീടാണല്ലോ. പുറത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ഈ റൂമിനകത്ത് വന്നിരുന്ന് കഴിയുമ്പോൾ സമാധാനം കിട്ടുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഹാളിലേക്ക് വന്ന കുറെ സോഫയൊക്കെ ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ വേണ്ടിട്ടാണോ ഇത്രയും സോഫ പറഞ്ഞിരിക്കുന്നത്? ഇത് അമ്മ ഇങ്ങനെ കിടന്നുകൊണ്ട് TV കാണത്തുള്ളൂ, ഇരുന്ന് കാണുന്ന പരിപാടിയില്ല. അപ്പൊ അതിനു വേണ്ടിട്ടാ ഇതിങ്ങനെ സെറ്റ് ചെയ്തത്. അത് TV ഇങ്ങോട്ടിരുന്ന് TV കാണുന്നവർക്ക്, അത് പുറത്ത് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇവിടെയും കുറച്ച് ട്രോഫീസ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ TV. ഇതാണ് മെയിൻ ഏരിയ എന്ന് തോന്നുന്നു അല്ലേ? അമ്മ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന എവിടെയാ? ഞാൻ എന്റെ മുറിയിൽ തന്നെ നേരത്തെ TV അമ്മയുടെ റൂമിൽ തന്നെ വെച്ചേക്കുവായിരുന്നു. നമുക്ക് രാത്രി കിടന്നുകൊണ്ട് കാണാമല്ലോ. ഇത് ഇങ്ങോട്ട് ഇതൊരു വിഷമമായിട്ടിരിക്കും, ഇവിടെ വന്ന് കിടക്കണം. അതൊരു പ്രശ്നമാണ്. നമുക്ക് ഇനി മുറിയിലേക്ക് ഒരു TV വാങ്ങിക്കാം. അതെ അതെ, വെക്കണം. ഇപ്പൊ മോളിലാണെങ്കിലും ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫാൻ ഒക്കെ വുഡൻ ആണോ? ഫാൻ പിന്നെ ഇത് രണ്ടും മഹാഗണി, അകത്തെ തേക്ക്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് വുഡൻ കളർ ആണോ നമ്മൾ ഇടുന്നില്ല, അവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. ഇത് മരമാണോ? അവിടുന്ന് ഒരു ക്ലോസ് വെച്ചാൽ മതി. അതെ, ഈ ഫ്രണ്ടിലത്തെ നമ്മള് തേക്ക് വേണമെന്നായിരുന്നു എന്റെ ഫാൻ. ഇനി മഹാഗണി നമുക്കപ്പോ സൗകര്യത്തിന് കിട്ടിയത്. അകത്ത് ഈ അമ്മയുടെ റൂമിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് തന്നതാ, മനസ്സിലായി. അല്ലാതെ നമുക്കറിയാലോ ഫാൻ ഒന്നും തടി വെച്ചൊന്നും വെക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ പോവാൻ പോവാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? ഇവിടുന്ന് നേരെ പോകുമ്പോ ഇവിടെ ഒരു ഏരിയ ആണ്. ഇത് വാഷ്റൂം ആണെന്ന് തോന്നുന്നു അല്ലേ? വാഷ്റൂം. ഇതാണ് നമ്മളുടെ ആരുടെ മുറിയാണിത്? ശോഭന വെട്ടിയാറുടെ മുറിയാണിത്. അപ്പൊ ഇതാണ് നമ്മുടെ അമ്മയുടെ മുറി. അമ്മ എന്താ അമ്മ സീലിംഗ് വെക്കാൻ സമ്മതിക്കാത്തെ? നമുക്ക് ഒത്തിരി വെട്ടമൊന്നും വേണ്ട. ഈ ജെൻസിബിളായിട്ട് ഒരു കാര്യമല്ലേ, നമുക്ക് അതിനൊന്നും ആവശ്യമില്ലല്ലേ? എന്തിനാ? അതെ, നമ്മൾ പഴയ ആളുകൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇതെന്താ അമ്മയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി പഠിക്കാൻ വേണ്ടിട്ടാണോ ഒരു ടേബിൾ, സ്റ്റഡി ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്? അലമാരിയിൽ വെച്ചതാണ്. എന്നാലും കുഴപ്പമില്ല. ഇനി ഇവിടെ ഒരു ചെയറും കൂടി ഇട്ട് കൊടുത്താ പഠിക്കുക എവിടെ ഇരുന്ന് അല്ലേ? സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കും. എങ്ങനെയാ അമ്മ പെട്ടെന്ന് സ്ക്രിപ്റ്റ് ഒക്കെ ക്യാച്ച് ചെയ്യോ? പിന്നെ ആണല്ലേ? ഇല്ല, പക്ഷെ അമ്മ പെർഫെക്റ്റ് ആയിട്ടാ ചെയ്യുന്നേ. അതിന് ഒറ്റ ടേക്കില് സെറ്റ് ആവോ? ക്യാമറ നമ്മൾ ഒത്തിരി ഒന്നും പോകാറില്ല, പക്ഷെ ക്യാമറ ഓഫ് ആവുന്നവരെ. അതെ, അപ്പൊ ഇതാണ് നമ്മളുടെ പാരഡൈസ്. ഓക്കെ, ഇതാണ്. അപ്പോ എനിക്ക് തോന്നുന്നേ എപ്പോഴും അമ്മ പറയാറുണ്ട് ചേച്ചിയുടെ കാര്യം. ചേച്ചിയല്ലേ ശ്രീകാന്തേട്ടന്റെ ചേച്ചിയല്ലേ? ചേച്ചീനെയാണോ കൂടുതൽ ഇഷ്ടം അതോ ശ്രീകാന്ത്? ഇനി അമ്മ രണ്ടുപേരെ ഇഷ്ടമല്ല, അതാണ് റിയാലിറ്റി. എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്.